മനഃശാസ്ത്രത്തിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. എന്താണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്? മനഃശാസ്ത്രപരമായി പറയുമ്പോൾ നമ്മളിൽ പലരും ചില പ്രായങ്ങളിൽ സ്റ്റക്കായി പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലുണ്ടായ ചില അനുഭവങ്ങൾ. ഒരു പെൺകുട്ടി എന്നോട് പറയുണ്ടായി, അവളെ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവിടെ അധിക്ഷേപിച്ച ഒന്നുണ്ട് സംഭവങ്ങൾ. അവളുടെ വീട്ടിലെ നിറം കുറവുള്ള വ്യക്തി അവൾ മാത്രമാണ്. അപ്പം കുടുംബത്തിലെ സന്ദർശകർ വരുമ്പോഴും അതിഥികൾ വരുമ്പോഴും ഒക്കെ ഇവളെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിൽ ഇവളുടെ കാര്യം പറയുമ്പോൾ ഈ വീട്ടിലെ ഇവള് മാത്രം എങ്ങനെ ഉണ്ടായത്, ഇവൾക്കെന്താ ഇത്ര നേരം കുറഞ്ഞു പോയത് എന്തെങ്കിലും പരാമർശങ്ങൾ വീട്ടുകാരൊരു പക്ഷേ ബോധപൂർവം ഇവളെ ഇൻസൾട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് പറഞ്ഞതുള്ള ആയിരിക്കണമെന്നില്ല. പക്ഷെ ഇതവളുടെ മനസ്സിൽ വളരെ ആഴമായി മുറിവേൽപ്പിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുമ്പോൾ ഇവള് ആ പ്രായത്തിൽ ഏതാണ്ട് 8-9 വയസ്സ് പ്രായത്തിൽ ഇവളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റക്കായിരിക്കുകയാണ്. ആന്തരികമായി മുറിവേറ്റ ഒരു പെൺകുട്ടിയാണ് അവൾ. പക്ഷേ ആ മുറിവേറ്റ പെൺകുട്ടി ജീവിതകാലം മുഴുവനും ആ മുറിവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പം 30 വയസ്സായിട്ടും 35 വയസ്സായിട്ടും അവളുടെ ഉള്ളിൽ ആ മുറിവേറ്റ പെൺകുട്ടി വളരെ സജീവമായിട്ട് ജീവിക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഘട്ടം വരുമ്പോഴും എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ നിറത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഇൻസൾട്ടഡ് ആവും. അല്ലെങ്കിൽ ആരെങ്കിലും കമ്പയർ ചെയ്ത് ഇവളോട് പറയുകയാണ്, അവൾക്ക് നല്ല നിറമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അതെനിക്ക് നിറമില്ല എന്നുള്ള ഒരു പരോക്ഷമായ സൂചനയാണെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് ഇമോഷണലാവും. അതുപോലെ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ വീട്ടുകാരെ കാണുമ്പോൾ, അമ്മയെ കാണുമ്പോൾ, അനിയത്തിയെ കാണുമ്പോൾ, സഹോദരങ്ങളെ കാണുമ്പോഴൊക്കെ അവരാരുടെയെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ വിവാഹം ആലോചിക്കുമ്പോൾ നല്ല നിറമുള്ള പെൺകുട്ടി ആയിരിക്കണം എന്നൊരു പരാമർശം ആരുടെയെങ്കിലും കാര്യത്തിൽ പറയുമ്പോഴും അതെനിക്ക് നിറമില്ലാഞ്ഞിട്ടാണ് ഇവർ സംസാരിക്കുന്ന മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇവളിൽ മുറിവേറ്റ് കിടക്കുന്ന പെൺകുട്ടി തലയുയർത്തി വരികയാണ്. ഇതാണ് നമ്മളെ ആന്തരിക മുറിവെന്ന് പറയുന്നത്. അതുപോലെ ചെറുപ്പകാലങ്ങളിൽ ചില ഉണ്ടായ അനുഭവങ്ങൾ, ചിലപ്പോൾ സെക്ഷൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടക്കുകയാണ്. കാരണം ഞാനൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ എന്നെ അടിച്ചമർത്തി. ഞാൻ നല്ല വൃത്തിയായിട്ടൊരു കാര്യം ചെയ്തു. ആ കാര്യം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അപ്രീഷിയേഷൻ തരുന്നതിന് പകരം ഞാൻ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ എന്നെ പൊതിരെ തല്ലി. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എത്ര പ്രായമായി കഴിയുമ്പോഴും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവിടെ ഉദ്യമിക്കുമ്പോൾ ഇവരുടെ മനസ്സിലേക്ക് ഈ മുറിവേറ്റ പെൺകുട്ടി പൊന്തി വരികയാണ്. സ്കൂളിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു പെൺകുട്ടിയെ അധ്യാപിക വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്തു. നല്ല ഒരു പ്രസൻറ്റേഷൻ അവിടെ കാഴ്ചവെച്ചു, നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചു, നല്ല ഒരു സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്തു. അവൾ ആസ്വദിച്ചത് ചെയ്തു. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഏതാണ്ട് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കിനോ അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും അവതരണത്തിൽ ഏതൊരു ചെറിയ കാര്യത്തിനോ വലിയ അമിത പ്രാധാന്യം കൊടുത്ത ടീച്ചർ അവളെ അപമാനിച്ചു, സ്റ്റേജിൽ നിന്ന് പറഞ്ഞയച്ചു. പിന്നീട് എന്ത് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴും അവളുടെ മനസ്സിലേക്ക് കടന്നു വരിക ആ മുറിവേറ്റ അന്നേരത്തെ ആ പെൺകുട്ടിയാണ്. ആ പ്രസൻറ്റേഷനിൽ അപമാനിക്കപ്പെട്ട ആ പെൺകുട്ടി അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുന്നുണ്ട്. ആ പെൺകുട്ടി തല ഉയർത്തി എഴുന്നേറ്റ് വരും. ഇതിനാണ് ആന്തരിക മുറിവെന്ന് പറയുന്നത്. ഈ ആന്തരിക മുറിവ് ഉള്ള ആളുകൾക്ക് പലപ്പോഴും പെർഫോമൻസിന് പല തലങ്ങളിൽ ബുദ്ധിമുട്ടാണ്. ജീവിതത്തിൽ ഇത് എത്ര വയസ്സായാലും 40 വയസ്സായാലും 50 വയസ്സായാലും ഈ മുറിവേറ്റ പെൺകുട്ടി ഉള്ളിൽ കിടന്നുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളെ ഇന്നർ ഹീലിംഗ് എന്ന് പറയല്, ആന്തരിക സൗഖ്യം എന്നൊക്കെ ആധ്യാത്മിക ഭാഷയിൽ ആന്തരിക സൗഖ്യം എന്ന് പറയും, അല്ലെങ്കിൽ സൈക്കോളജി ഭാഷയിൽ ഇന്നർ ഹീലിംഗ് എന്ന് പറയും, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ ചെയ്യുക, ഈ ആന്തരിക മുറിവേറ്റ കുട്ടി ഏത് പ്രായത്തിലാണ് ആ പ്രായത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ കരം പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന് ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ച വ്യക്തിയാണ്,
എനിക്ക് എൻ്റെ അനുഭവങ്ങളിലൂടെ മനസ്സിലായി ഇന്ന ഇന്ന കാര്യങ്ങളാണ് ശരി, ഇന്ന ഇന്ന പ്രതിസന്ധികൾ വന്നാൽ അതിനെ ഇന്ന ഇന്ന രീതിയിലാണ് തരണം ചെയ്യുന്നത് എനിക്ക് ഇന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് നിൻ്റെ പ്രായത്തിൽ അത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ മുറിവേറ്റ പെൺകുട്ടിയുടെ കൈ പിടിച്ച് അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഉള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോഴുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ ആ കാലത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ത്രാണി കൊടുത്തുകൊണ്ട് അതിനെ കൊണ്ടുവന്ന് പുതിയ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിൽ അതിനെ സ്ഥാപിക്കുന്ന മെത്തേഡാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നില്ലാതിരുന്ന റിസോഴ്സുകൾ ഇന്ന് എനിക്കുണ്ട്, അഥവാ ഇന്ന് നിനക്കുണ്ട്. അന്ന് നിനക്കില്ലാതിരുന്ന റിസോഴ്സുകളുടെ പശ്ചാത്തലത്തിലാണ് നിനക്കത് അനുഭവിക്കേണ്ടി വന്നത്. നിൻ്റെ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ നിനക്ക് നിറവില്ല എന്ന് പറഞ്ഞ് നിന്നെ കളിയാക്കിയപ്പോൾ അതിനെ ചേർത്ത് നിൽക്കാനുള്ള തൻ്റെ ഇടമോ വാക്ചാതുര്യമോ നിനക്കില്ലായിരുന്നു. നിൻ്റെ മറ്റ് കഴിവുകളെപ്പറ്റി നിനക്കന്ന് ബോധ്യമില്ലായിരുന്നു. നിറമില്ലെങ്കിലും നിനക്കുള്ള ഒരുപാട് സിദ്ധികളെപ്പറ്റി നിനക്കന്ന് ബോധ്യമില്ലായിരുന്നു. പക്ഷെ നിനക്ക് ഇന്ന് അതിനെപ്പറ്റിയൊക്കെ ബോധ്യമുണ്ട്. നീ ഇന്ന് മറ്റു തലങ്ങളിൽ കഴിവുകളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നീ ഇന്നൊരു എഴുത്തുകാരിയാണ്, നീ ഇന്നൊരു പ്രാസംഗികയാണ്. അതൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് നിനക്കതൊന്നും പറയാൻ സാധിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് നിനക്ക് ഇന്ന് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്ത് ആ മുറിവേറ്റ കുട്ടിയെ സുഖപ്പെടുത്തി പുതിയ ഒരു ആളാക്കി മാറ്റുന്ന രീതിയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊക്കെ ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ പല തലങ്ങളിലുമുള്ള നമ്മുടെ പരാജയത്തിന് കാരണം, പിന്നോട്ട് പോകാനുള്ള കാരണം ഇത്തരത്തിലുള്ള മുറിവുകളാണ്, ആന്തരിക മുറിവുകളാണ്. ആന്തരിക മുറിവുകളുള്ളവർ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ നമുക്കത് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും തീർച്ചയായിട്ടും അവരവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരാജയങ്ങളുടെ അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കലുകളുടെയൊക്കെ കഥ എടുത്ത് നോക്കുമ്പോൾ മുറിവേറ്റ ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങൾ മുറിവേറ്റ ഉള്ളിൽ കിടക്കുകയാണ്. മുറിവേറ്റ നിങ്ങളാണ് പലപ്പോഴും അപകർഷതാബോധവും ഭയവും ആശങ്കയുമൊക്കെയായി നിങ്ങളുടെ വിവിധ സ്വഭാവ തലങ്ങളിൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് തീർച്ചയായിട്ടും ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് അത് ചെയ്ത് ആന്തരികമായ മോചനം നേടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.